മനുഷ്യ. എന്താ ചായ ചോദിച്ചപ്പോ കട്ടൻ ചായ എന്ന് എഴുതിക്കൊണ്ടാണ് അവനത്. ചൂട് വേണോ? എന്റെ പൊന്നോ വേണ്ട, അല്ലെങ്കിൽ തന്നെ നീ ആവശ്യത്തിന് ചൂടാവുന്നുണ്ട്. ഇവിടെ കിടന്നേ കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ കിട്ടൂല. തേയില പഞ്ചസാര വേണം. അത് പോട്ടെ, ഇവിടെ അരിയുണ്ടോ, മുളകുണ്ടോ, മല്ലിപ്പൊടി ഉണ്ടോ, ഉപ്പുണ്ടോ? നിർത്തിക്കേ. നീ അതുണ്ടോ ഇതുണ്ടോന്ന് ചോദിക്കാൻ പലചരക്കാണ്. ഇവിടെ ഒന്നുമില്ല, കട പൂട്ടി. എടി ദാരിദ്ര്യം പറയല്ലേ, തന്നെ കേട്ട് 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 മടുത്ത്. ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ട സുജേ. അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. എന്നത് ഇതിനൊന്ന് മാറ്റി പിടിച്ചാലോ? എന്റെ മനുഷ്യ, ഇവിടെ ഇരുന്ന് എന്റെ വായി ഇരിക്കണ കേൾക്കാൻ നിങ്ങൾക്ക് വല്ല പണിക്കും പൊയ്ക്കൂടെ? സുജ, നീ അങ്ങനെ പറയരുത്. മിനിഞ്ഞാന്നല്ലേ ഞാൻ പണിക്ക് പോയത്? പോയിട്ട് അതുപോലെ തിരിച്ചു വന്നല്ലോ. അയ്യോ, അത് എന്റെ കുഴപ്പമല്ലടി. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോ മണലിറക്കിയിട്ടില്ലെന്ന്. ആശാരി പണിക്ക് പോകുന്ന നിങ്ങൾക്ക് എന്നാത്തിനാ മണലി? ഉളി തേക്കണ്ടേ? ഞാനും ഒരു തേപ്പ് തേക്കും. റേഷൻ കാർഡ് ഇവിടെ പേരിലായി പോയി. ഒറ്റ വീക്ക് അങ്ങനെ വെച്ചെന്നുണ്ടല്ലോ. നിങ്ങൾ പണിക്ക് പോയില്ലേലും വേണ്ടൂല, ആ പല്ല് പോയി തേക്കി. ഇപ്പൊ ഞാൻ പല്ല് തേക്കാത്ത കുഴപ്പം. ഇവിടെ മുട്ടക്കാട്ടിന് ആന പല്ല് തേക്കണില്ല, പിന്നെയാണ് ഇത്തിരിക്കാട്ടുള്ള ഞാൻ പല്ല് തേക്കണത്. ആനേ ആൾക്കാരോട് സംസാരിക്കാറില്ല. അയ്യോ, ഇവനോട് കാശ് മേടിച്ചാണല്ലോ. നീ ഇപ്പൊ എവിടെ പോയി വിളിക്കും? കണ്ട് 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 പണിക്ക് പോയില്ലടാ? പണി ഇല്ലടാ. മധുവിന്റെ വീട്ടിൽ കുറച്ച് പണിയുണ്ട്, നീ വാ. പാടില്ലടാ, മൂടില്ലടാ. റേഷൻ കഴിക്കണ കാർഡില്ലൊക്കെ അവിടെ പേരില്ല കിടക്കണത്. ഈടെ ഞാൻ ഫോൺ എടുത്തില്ല, എന്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ. ഇവിടെ ചാർജ് ഇല്ലെന്ന് എന്ത് ചോദിച്ചാലും ഇല്ലടാ ഇല്ലടാ ഇല്ലടാ. എന്റെ കയ്യിൽ മേടിച്ച കാശ് ചോദിക്കുമ്പോ ഇല്ലടാന്ന് പറയുന്നത്. എനിക്ക് ഇന്ന് കാശ് വേണം. നിനക്ക് എത്ര രൂപ തരാനുള്ളത്? എന്റെ ഈ മാസം പലിശ എല്ലാം കൂടി കൂട്ടി 15,200. രായപ്പ നിങ്ങൾ കള്ളത്ര പറയാൻ നിൽക്കണ്ട. കണക്കൊക്കെ എന്റെ കയ്യിലുണ്ട്. പലരും എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നത് രായപ്പ. അതുകൊണ്ട് ഞാൻ ലിസ്റ്റുമായിട്ടാണ് നടക്കണത്. ലിസ്റ്റാ? സുരേഷ് നാരായണ വർക്ക് ചെയ്ത നിന്റെ വേറെ രായപ്പൻ. രായപ്പൻ. അയ്യോടാ, നീ അടിയിലാണല്ലോടാ. ആരുടെ അടിയില്? ഇവിടെ 10ാമത്തെ നമ്പറാ നിന്റെ. കൊള്ളാടാ, നീ ചോദിക്കുമ്പോ ഞാൻ കാശ് എടുത്ത് തന്നെയാണ്. എന്നിട്ട് 1ാമത്തെ നമ്പർ ആക്കാണ്ട് എന്നെ കൊണ്ട് 10ാമത്തെ നമ്പർ ആക്കിയിട്ടേക്ക്. രായപ്പ, 10 എന്ന് പറഞ്ഞാൽ ലക്കി നമ്പറാണ്. എന്ത് ലക്കി നമ്പർ? ഇവിടെ ലോകത്തുള്ള എല്ലാ കളിക്കാരുടെ നമ്പർ 10. ഉദാഹരണം പറയുകയാണെങ്കിൽ സച്ചിന്റെ നമ്പർ 10, മെസ്സിയുടെ നമ്പർ 10, റൊണാൾഡോയുടെ നമ്പർ 10. ആ കൂട്ടത്തില് ഞാൻ നിന്നെ കയറ്റിയിട്ടിരിക്കണം, അറിയാമോ? എന്റെ പൊന്നളിയാ, നീയപ്പ അവർക്കൊപ്പാണല്ലോ എന്നെ കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ. പക്ഷെ പൈസ എപ്പോ തരും? എടാ, നീ പേടിക്കണ്ട. ഈ മനീഷ് എന്റെ കൂട്ടുകാരനാണ്. മനീഷ് വന്നാൽ 10 മിനിറ്റ് നിന്റെ കാശ് തരും. മനീഷ? ഏത് മനീഷ്? മനീഷ് അറിയാൻ പാടില്ലേ? ഇല്ല. ഇവിടെ എന്റെ കൂട്ടുകാരല്ലേ, കോടീശ്വരല്ലേ അവൻ. ഒന്ന് പോയേടാ അവിടുന്ന്. കോടീശ്വരന്മാരായിട്ട് നിനക്ക് കമ്പനിയില്ലാത്ത വിവരം എനിക്കറിയാം. നിനക്ക് പറഞ്ഞാൽ വിശ്വസിക്കല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മനീഷ് എന്ന് പറഞ്ഞവൻ ഞാനാണ് ലോറി ഓടിക്കാൻ പഠിപ്പിച്ചത്. അവനിങ്ങനെ ഓടിയൊക്കെ ഓടിച്ച് അടിപൊളിയായിട്ടാണ്. ഒരു ദിവസം എന്റെ അടുത്തൊന്ന് പറയാണ്, അണ്ണാ ഒരു സാധനം കടത്താനുണ്ടെന്ന് പറഞ്ഞു. എന്നത്? കഞ്ചാവ്. പഞ്ചാബാ? പഞ്ചാബ് അല്ലടാ, പടേ കഞ്ചാവ്. അയ്യോ പയ്യോ പറ, പോലീസ് വരും. അയ്യോ, ഇവനൊക്കെ പിടിച്ച് സെറ്റപ്പ് ആയങ്ങാട്. ഇപ്പോഴുണ്ടല്ലോ. നീ അറിയും മനീഷിനെ? മനീഷ് എന്ന് പറയുമ്പോ നീ ആലോചിച്ച് നോക്ക്, നിനക്ക് അറിയാൻ പറ്റും. അവന്റെ അച്ഛന്റെ പേരെന്താ? അവന്റെ അച്ഛന്റെ പേര് ഗിരിജ. അത് പെണ്ണുങ്ങൾക്ക് ഇടുന്ന പേരല്ലേ? അതെനിക്കറിയാൻ പാടില്ല. നാട്ടുകാരൊക്കെ അവന്റെ അച്ഛനെ ഡാഡി ഗിരിജ എന്നാ വിളിക്കുന്നത്. അപ്പൊ മമ്മിയുടെ പേരെന്നാ? മമ്മിയുടെ പേരാ ധനാർദ്ദനൻ. അല്ലാണ്ട് പിന്നെ ഇപ്പൊ കാശുള്ള വീട്ടിലെ പയ്യനാണ്. പിന്നെ അവന്റെ പ്രധാന പരിപാടി എന്നാ അറിയാം? എന്നും രാവിലെ എന്റെ വീട്ടിൽ വന്ന് തിങ്ങനെ നിൽക്കും. ആര്? ഈ മനീഷ്. മനീഷ് അതാ പുലിമുരുകനാ? കണ്ടല്ലേ? കണ്ട് 10 പ്രാവശ്യം കണ്ടതാ. അത്ര നല്ല സിനിമയല്ലേ? ഉഗ്രം പടം. ഈ പടത്തിന്റെ കഥ ആരെന്നറിയോ? നമ്മുടെ ഈ മനീഷിന്റെ ജീവിതകഥയാണ് ഈ സിനിമ. ഓ, പിന്നെ അല്ലാതെ ഈ പടം എത്ര കോടി ക്ലബിലാ കയറിയെന്നറിയാമോ നിനക്ക്? 150 കോടി ക്ലബിൽ കയറിയ പടമാണ്. അവിടെ ഇരിക്കാൻ പറഞ്ഞുതരാം. ഈ കാശൊക്കെ ഇപ്പൊ ആരുടെ കയ്യിലാന്നറിയാം? അറിയില്ല. നമ്മുടെ മനീഷിന്റെ കയ്യല്ലേ? എന്റെ ദൈവം, മനീഷ് അപ്പൊ കോടീശ്വരനാണ്. ഇടാ, അവൻ വന്നാ 10 മിനിറ്റ് നിന്റെ കാശ് ഞാൻ തരും. തരുവാ? തരും. എങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കാശ് മനീഷ് വരുമല്ല? മനീഷ് വരുമെന്ന് പറഞ്ഞാൽ മനീഷ് വരും. ധൈര്യമായിട്ടിരിക്കും. അത് മതി അളിയാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ചേട്ടാ, എന്തോ ഓപ്പ വിളിക്കണേ. തന്തക്കാ തള്ളക്കാ? തന്തയ്ക്കും തള്ളക്കും വിളിക്കുക. അമ്മാതിരി പണിയാണല്ലോ നിങ്ങൾ കാണിച്ചു വെച്ചത്. എന്നാ സംഭവം? സംഭവം എന്നാ, ഓണഫണ്ടിന്ന് എന്റെ ആങ്ങളെ ഒരു 50,000 രൂപ എടുത്ത് തന്നാ. നിങ്ങൾ തിരിച്ചടച്ചാ? അതിന്റെ കാശില്ലായിരുന്നു. കാശ് കാണൂല. നിങ്ങൾ എത്ര തവണ ഫോണിൽ വിളിച്ച് എന്നിട്ട് നിങ്ങൾ ഫോൺ എടുത്താ? എടി എന്ന് പറഞ്ഞ ഇവിടെ റേഞ്ച് വേണ്ടേ? പൈസ കൊടുക്കാനുള്ളവര് വിളിക്കുമ്പോ ഫോൺ റേഞ്ച് കാണൂല. എന്റെ ഫോണിൽ വിളിക്കണോ? സംസാരിക്കും. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു വിട്. എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സംസാരിക്കും. അളിയോ, ഒടുക്കത്തെ തെറിയാണല്ലോ വിളിക്കുന്നത്. അളിയ, ഞാനൊന്ന് പറഞ്ഞു കേക്ക്. പൈസ തരാം. 50,000 രൂപ മേടിച്ചാലേ ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ പേടിക്കണ്ട. ഓണമണ്ടലെ കാശ് ഇങ്ങോട്ടുണ്ട്, ഞാൻ സംസാരിക്കും. എടാ, മനീഷ് വരുമല്ലോ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ വരുമല്ലോ. ഹലോ സുഹൃത്തേ, എനിക്കും കുറച്ച് കാശ് കിട്ടാനുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും. മനീഷ് എന്ന് പറഞ്ഞ ഒരു കോടീശ്വരൻ ഇങ്ങോട്ട് വരുന്നുണ്ട് 10 മിനിറ്റിനുള്ളിൽ. അപ്പൊ നിങ്ങൾ വരാന്നുണ്ടെങ്കിൽ ഞാൻ ഇടപെട്ട് ആ പൈസ ഞാൻ മേടിച്ചു തരാം. ഞാൻ ഗ്യാരണ്ടി ആണ് സുഹൃത്തേ. ഇങ്ങോട്ട് പോര്. ഇങ്ങനെ വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. മനസ്സിലായി? ഈ ഫോൺ എപ്പ ചെയ്തു വെച്ചാൽ ഒടുക്കത്തെ തെറിയാ. പിടിച്ചേ. അല്ലേ, എവനാരാണ്?
നീ നിന്റെ അമ്പലത്തട 10 രായപ്പൻ. ഇവ എന്തിനാണ് ഇവിടെ വന്നിരിക്കണത്? ഇവനാ നമ്മുടെ സുനീഷിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. സുനീഷ അല്ല, ഞാൻ ആദ്യം കാശ് തരാണ്ട കാര്യം വരുന്നു. മനീഷ് മനീഷെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. എന്റെ ആങ്ങളെ ഇപ്പൊ വരും, കാശ് മര്യാദയ്ക്ക് കൊടുത്തോളണം. കാശ് ഞാൻ കൊടുത്തോളാന്ന്. കൊടുക്കണേ. മനീഷ് വരുമല്ലേ? എടാ, നീ ഇവിടെ ഇരിക്കും, 10 മിനിറ്റ് കഴിയുമ്പോൾ മനീഷ് വരും. നിന്റെ കാശും ഞാൻ തന്നിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. മനീഷ് വന്നു കഴിഞ്ഞാൽ എന്റെ കാശ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശോ, മനീഷ് എന്ന് പറയുകയും ചെയ്തു, ഇവൻ വിശ്വസിക്കുകയും ചെയ്തു. ഇനി ഇവനെ പറഞ്ഞുകൂടെ എന്നെ മാർഗം. സുരേന്ദ്രോ, മനീഷ് വരുന്നുണ്ടോ നോക്കുവാണോ? ഇല്ല, മഴ വന്നിട്ടുണ്ടോ നോക്കുവോ? മഴ വരുന്നുണ്ടാടാ? അയ്യോ, ഒരു ഇടിവെട്ട വന്നോണ്ടിരിക്കുന്നു. ഇടിവെട്ട? എന്റെ അളിയനാണ്. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അളിയാ, അളിയോ, എന്നാ അളിയാ? നീ ഏതളിയാണ്? ഞാൻ അവന്റെ കൂട്ടുകാരനാണ്. ആ അളിയാ, അളിയാണ്. അളിയനെ കിടപ്പോ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയതാ. പെങ്ങള് വിളിച്ചു പറഞ്ഞ അപ്പൊ തന്നെ ഒന്നും നോക്കിയില്ല, നേരെ തേവരക്ക് ഇങ്ങോട്ട് പോകുന്നു. തേവരക്ക? ആ ദേ കിടക്കണം. തവേര, അതാണ് വണ്ടിയുടെ പേര്. അങ്ങനെയാണ് പേര്. എനിക്കറിയാമല്ലോ, കൂട്ടുകാരുടെ വണ്ടിയാണ്. അളിയ പൈസ പോയി. അളിയ ഒരു 10 മിനിറ്റ് ക്ഷമിക്കും, കാശ് ഞാൻ തന്നിരിക്കും. നീ തരാന്ന് പറഞ്ഞ 3-4 വർഷം എന്നിട്ട് കളിപ്പിക്കണത് മര്യാദക്കല്ലെങ്കിൽ ഞാൻ ഈ മാല പൊട്ടിച്ച് ഞാൻ പോകും പറഞ്ഞേക്കാം. അതുകൊണ്ട് പണയാൻ പറ്റും. ഞാൻ പോലീസുകാരെ പിടിച്ച് നല്ല ഇടി തരും. അതെന്താണ് മുക്ക് പണ്ടല്ലേ ഇതൊക്കെ വെച്ചാൽ ഞാൻ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. അത് ശരി. എന്റെ പെങ്ങളെ ഭർത്താവായതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ പറഞ്ഞേ. എനിക്ക് പൈസ ഇട്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ സംസാരിക്കരുത്. നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾ പട്ടിണി കിട്ടുന്നുണ്ടോ? പട്ടിണി കിട്ടണോ? പട്ടിണിയും പാലാരിവട്ടോട്ട് കിടക്കണമെന്നല്ല പരിവട്ടം. പട്ടിണിയും പരിവട്ടവും അങ്ങനെയല്ല. പട്ടിണി പരിവട്ടോ. അറിയാൻ പേടിക്കേണ്ട, കാശ് ഞാൻ തന്നിരിക്കും. നീ തരുന്നല്ലാണ്ട് നീ കുറച്ച് നേരത്തെ ഫോൺ വിളിച്ച് പറഞ്ഞാലുള്ള ഒരാള് പെട്ടെന്ന് വന്നാ ഇപ്പൊ തന്നെ പൈസ തരാന്ന് പറഞ്ഞാൽ ഏതൊരു കോടീശ്വരൻ വരും എന്ന് പറഞ്ഞാൽ റനീഷ് അല്ലേ? മനീഷ്, അതാണ് അദ്ദേഹത്തിന്റെ പേര്. ആണല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ തിരുത്തി തരാൻ വേണ്ടി നീ എന്റെ തിരുത്തൽവാദിയാണോ? നിന്റെ നമ്പർ? എന്റെ നമ്പർ 10. രായപ്പനാണ് മാറിയിക്കാം. അളിയാ, കാശ് തരാനുള്ള ഒരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ. സത്യത്തിൽ എന്റെ ഇപ്പൊ 10 പൈസ ഇല്ല. അതെങ്ങനെ പറഞ്ഞു? ഞാനത് സെറ്റപ്പ് ചെയ്ത് തരാം. ഈ പ്ലാവ് കണ്ടോ? ഇത് പ്ലാവാണ്. ഇത് രാഗിനിയുടെ കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അതങ്ങനെയൊക്കെ തോന്നും. ഇവിടെ ആൾക്കാർ വിളിച്ചല്ലേ, അതങ്ങനെ കിട്ടുള്ളൂ. ഇല്ലേ, ഈ പ്ലാവ് ഏത് കണ്ണുവട്ടം നോക്കിയാലും ഒരു 80,000 രൂപ കിട്ടും. ഈ കണ്ണുവിടനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരാനാണ്. എന്തിന്? അല്ലെ 80,000 ഒപ്പിക്കാനായിട്ട്. ഓ എന്റെ ദൈവമേ, ഞാനൊന്ന് പറയണ കേക്ക്. ഇത് ആരെങ്കിലും വിളിച്ച് വെട്ടി കാശായിരിക്കും. ആണോ? കുഴപ്പമില്ല, ആരെങ്കിലും വിളിക്കും. അല്ല ഞാനിപ്പോ വെട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുക? അളിയ മെട്ടലിയ ഞാനിവിടെ പനപോലെ നിൽക്കല്ലേ. ആണാ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചേക്കാം. പെട്ടെന്ന് കൂട്ടുകാരനുണ്ട്. എനിക്ക് ബന്ധമല്ല പ്രശ്നം, പൈസയുടെ പ്രശ്നം. ഹലോ, മനീഷാണോ? മനീഷ ഒന്ന് പെട്ടെന്ന് വിളം വരാൻ ഇത്തിരി പൈസ അത്യാവശ്യം ഉണ്ട്. അതാണ് അളിയന്റെ വീട്ടിൽ വന്നാൽ മതി. ഇവിടെ അടുത്ത് ഇപ്പൊ ഉണ്ടാ? ഞാൻ ഇവിടെ ഇപ്പൊ ഉണ്ട്. ഓക്കെ. അതെ, മനീഷാണ് വിളിച്ചത്. ആ മനീഷ് എപ്പോ വരും? ഇപ്പൊ ഒരു ആള് ഇവിടെ ഇപ്പൊ ഉണ്ട്. അയ്യോ, അപ്പൊ എന്റെ കാശ് കിട്ടും. എന്റെ കാശും കിട്ടും. മനീഷേ, വണ്ടി അവിടെ കിടത്തിട്ടോ വേണമെങ്കിൽ. വേണ്ട, സ്റ്റാൻഡ് ഉണ്ട്. അപ്പുറത്തേക്ക് പോകരുത്. ഇല്ലല്ല, പോകും മിക്കവാറും. അതാ പറഞ്ഞ അവള് കിടത്തിട്ടോളാം. മര്യാദ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞല്ല. അതെ, നീ ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നല്ലേ? ഞാനിവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു. മനീഷ്? അതെ മനീഷ്. പക്ഷെ കൈ സൂക്കേസിൽ ഇതെന്നെ വെട്ടുകോടാലിയായിട്ട് വന്നേക്കണത്. എടാ, ഇത് മരം വെട്ടണം പിന്നെ കോടാലി കൊണ്ടല്ലേ, സൂട്ട് കേസ് കൊണ്ടല്ല. അപ്പൊ പിന്നെ മനീഷ് എന്ന് പറഞ്ഞ്? വെട്ടുകാരൻ മനീഷാണ് ഞാൻ. അപ്പൊ പിന്നെ മറ്റേ മനീഷ് എന്ത്? ഏത് മനീഷ്? 150 കോടി ക്ലബിൽ കയറിയ മനീഷ്. ഇവിടെ പറയണത് അവിടെ പോയി 10 മിനിറ്റ് കാശ് ഉറപ്പാണല്ലോ. എന്താ സംഭവം എന്ന് വെച്ചാൽ, അതായത് എന്റെ അളിയന് ഇത്തിരി പൈസ തരാണ്ട്. അപ്പൊ സംഗതി ഒരു ചെറിയൊരു പരിപാടി നടത്തണം. ഇതാണ് മുതല്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഉഗ്രമുടിപ്പടി അല്ലേ? ഒരു കാതല് മാത്രമേ ഉള്ളൂ ശരിക്കും. കാതൽ മാത്രമല്ല, ഇത്തിരി വെള്ളയുണ്ട്. വെള്ളേണ്ടാ? ഒരു 75 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. നീ എവിടെ കിട്ടും നോക്കിന്നാണ് പറയണത്? ആണ്. ഏത് കണ്ണു വെച്ച് നോക്കിട്ടെന്നാണ്? ഞാൻ നോക്കിയിട്ടുണ്ടല്ല, ഒരു കൂടി വന്നാ ഒരു 29-30 നടപ്പ്. ഇതെന്താണ് ഈ പറയണത്? അപ്പനപ്പന്മാരായിട്ട് വെച്ച സംഭവമാണ് ഈ കാണുന്നത്. എന്നെ പഠിപ്പിക്കല്ലേടാ, ഈ ഇടയ്ക്കറിയാടാ ഒരു 30-32. നീ ഇത് ആരുടെ കാര്യമാണ് ഈ പറയണത്? ഞാൻ പെണ്ണിന്റെ കാര്യം പറയണത്. മരത്തിലാരോട് ഞാനിത് പ്ലാവ് മരത്തിന്റെ കാര്യമാണല്ലേ? ഈ സാധനം എത്രയും പെട്ടെന്ന് വെട്ടി റെഡിയാക്കണം. എടാ, ഇതേ വരിക്കണല്ല. മരിക്കായാലും കുഴപ്പമില്ല, കൂടെയാലും കുഴപ്പമില്ല, എനിക്ക് പൈസ കിട്ടിയാൽ മതി. ഒരു കാര്യം ചെയ്യാം. എത്ര കിട്ടും? ഇതിനൊരു 75,000 രൂപ മതി. ഞാൻ മില്ലിൽ കൊടുത്ത് മേടിച്ചു തരാം. മതി, പണി നടത്തിക്കോ. അല്ല ചേട്ടാ, എന്താണ് സംഭവം? എന്താണ് സംഭവം? നിന്റെ കെട്ടിയോന് എനിക്കൊരു 50,000 രൂപ തരാണ്ടല്ലോ. അവന്റെ പൈസ ഇല്ല നിപ്പ. ഞാൻ എന്നോട് പറഞ്ഞു ഈ പ്ലാവ് വെട്ടിയെടുത്തോളാൻ പറഞ്ഞു. പ്ലാവ് നിങ്ങളെ ഞാൻ കൊല്ലും. അയ്യോ, മാവ് വെട്ടാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. മാവല്ല, പ്ലാവാണ് വെട്ടേണ്ടത്. എനിക്കത് മനസ്സിലായി, പ്ലാവ് വെട്ടണ്ടെന്ന്. പക്ഷെ ഈ പ്ലാവ് വെട്ടണമെങ്കിൽ പെണ്ണുമ്പോൾ ഇയാളെ കൊല്ലുമല്ലോ. അപ്പൊ ഇയാളെ കൊല്ലുമ്പോ ദഹിപ്പിക്കാനായിട്ട് മാവ് വെട്ടണ്ടേ? മാവ് വെട്ടാൻ എന്നെ കൊണ്ട് ദഹിപ്പിക്കാനായിട്ട് മാവ് വെട്ടണ്ട. ഞാൻ എന്തെങ്കിലും കരിയിലിട്ട് കൂട്ടി കത്തിച്ചോളാം. ഞാനിപ്പൊ മാവാണ് വെട്ടണ്ട, പ്ലാവാണ് വെട്ടേണ്ടത്? പന. പനേ?
പ്ലാവ് അതാണ് കറക്റ്റ്. അതാണ് കേട്ടത്. സുഹൃത്തെ ഇങ്ങ് വന്നേ. താങ്കൾക്ക് എത്ര ആശാണ് അളിയൻ തരാനുള്ളത്? എനിക്ക് ഈ മാസം പലിശയും കൂടി കൂട്ടി 15,200 ഡിറ്റോ. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാത്തിരുന്നാ മതി. കിട്ടും കിട്ടും. കിട്ടുവാ? എടോ തനിക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാവിൽ ഷെയർ തരുന്നോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്താണ്? എനിക്ക് കിട്ടാനുള്ള പൈസ മനീഷ് തരുമല്ലോ. ഞാൻ എങ്ങനെയാണ് തനിക്ക് പൈസ തന്നത്? നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ അതിന്റെ ഒറ്റപ്പുറമുള്ള അമ്മയിൽ ശരി സത്യം പറയുന്നത് ഞാൻ ആരോടും 5 പൈസ മേടിച്ചിട്ടില്ല. എടോ, ഈ മനീഷ് അല്ല, പിന്നെ ഏത് മനീഷ്? മറ്റേ മനീഷ്. എന്റെ ദൈവം, ഏത് മനീഷ്? 150 കോടി ക്ലബിൽ കയറിയ എന്റെ ദൈവമേ, എന്തിനാ എപ്പോഴും അത് പറയണം? ഇവിടെ വന്നിരിക്കും 10 മിനിറ്റ് കാശ് തരാം. നിങ്ങൾ വെട്ടിയെടുക്കാൻ നോക്ക്. അളിയ ഒന്നും നോക്കാല്ല, വെട്ടിക്കും. വെട്ടിക്കോട്ടെ. ആ പ്ലാവ് വെട്ടാൻ വരട്ടെ. പ്ലാവ് വെട്ടാൻ ആരും വരണ്ട, ഞാൻ ഒറ്റക്ക് വെട്ടിക്കോളാം. അതല്ല, പ്ലാവ് വെട്ടണ്ടാന്ന്. ദേ, സുജേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനാണ് അവിടെ വിളിച്ചു വരുത്തിയത്. ആ. നീ വെട്ടറാ. വെട്ടിക്കോട്ടെ. വെട്ടറാ. വെട്ടരുത്. വെട്ടറാ. വെട്ടരുത്. വെട്ടാൻ. വെട്ടരുത്. വെട്ടാൻ. വെട്ടരുത്. വെട്ടാൻ. വെട്ടരുത്. വെട്ടാൻ. നിർത്തിക്കേ. ഇത് വൈപ്പറല്ല, കോടാലിയാണ്. ഇതിങ്ങനെ പറഞ്ഞ് എനിക്ക് ബുദ്ധിമുട്ടാവൂട്ടാ. നീ വെട്ടി, ഞാനാ പറയണത്. ആ. വെട്ടോട്ടാ. വെട്ടിക്കോ. ഇനി തടസ്സമില്ലട്ടാ. ഒന്നുമില്ല. വെട്ടരുത്. വെട്ടാൻ. വെട്ടരുത്. വെട്ടാൻ. വെട്ടരുത്. വെട്ടാൻ. വെട്ടരുത്. നീ എന്താണ് വട്ടക്കളിക്ക് വന്നതാ? മൈൻഡ് മാറിപ്പോയി. മാവ് വെട്ടാൻ പറഞ്ഞിട്ട്. എന്റെ മൈൻഡ് മാറിപ്പോയിട്ടാണ്. ഒരു കാര്യം ചെയ്യ്. ഞാൻ ഇത് വെട്ടും, ആ വെട്ടിക്കോ. ഉറപ്പായിട്ടും വെട്ടും, വെട്ടും. വെട്ടും. ആര് പ്ലാവ് വെട്ടും? പ്ലാവ് വെട്ടാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് പൈസ വരുന്നത് ആ, പിന്നെ നിന്നെ കൊണ്ട് നിന്റെ ഭർത്താവിനെ വന്നിട്ടാണ് ഞാൻ പൈസ വെളിപാട് 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 വെളിച്ചപ്പാട്. വെളിച്ചപ്പാട്. പറ്റത്തില്ല. അളിയാ, ഇത് കൊടലി പിടിച്ചു ഞാകപ്പാടെ പ്രശ്നം. അളിയ ഇവിടെ കിടന്ന് അളിഞ്ഞു വാരാതെ ഞാൻ അവളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. അളിയനപ്പം മാവട്ട പ്ലാവട്ടാൻ നോക്ക്. അളിയാ വെട്ടിക്കോ. ഞാനൊരു കാര്യം പറ്റേ, ആ. നീ നിൽക്കണം നിന്റെ ആങ്ങളയില്ലേ? എന്താ നീ എന്തിനാ ഓടി വന്നു? എന്റെ നേരെ ആങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, അവനെ പറഞ്ഞത്. അവനോട് ഞാൻ 50,000 രൂപ മേടിച്ചില്ലേ, അത് കൊടുക്കണ്ടേ? കൊടുക്കണം. അതെ, മനീഷ് വരുവാ. എന്റെ പൊന്നു ചങ്ങാതി, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, മനീഷ് വരും. ആ കാശ് കൊടുക്കാനാണ് ഞാനിപ്പോ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അതിനാ പ്ലാവ് വെട്ടിക്കോട്ടെന്ന് പ്ലാവ് വെട്ടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞെങ്കിൽ ഞാനല്ലേ ഇവിടുത്തെ ഗ്രഹണം. ഞാൻ പറഞ്ഞ നടക്കുള്ളൂ. പ്ലാവ് വെട്ടാൻ പറ്റത്തില്ല. ഇതെന്റെ നിങ്ങൾ എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു. പറ്റത്തില്ല. പ്ലാവ് മനീഷ് എപ്പോ വരും? എന്റെ പൊന്നു ചങ്ങാതി, ഒരു 10 മിനിറ്റ് അവിടെ പോയിരിക്കും. ഞാനൊന്ന് ഡീൽ ചെയ്യണം. ഈ പ്ലാവ് പ്ലാവ് വെട്ടിക്കൊണ്ട് പോട്ടെ. ഈ പ്ലാവ് ഇങ്ങോട്ട് വന്ന് ശ്രദ്ധിക്കണം. എന്താണ് മനീഷ് മനീഷല്ല, രതീഷ. അങ്ങോട്ട് മാറി നിന്നാണ്. പിന്നെ ഈ കൈലാസത്തിൽ ശിവന്റെ മകൻ സുരേന്ദ്രൻ ആരാണ്? ശിവന്റെ മകൻ സുബ്രഹ്മണ്യനല്ലേ? സാറേ അവനാണ്. അപ്പൊ ഗണപതിയാണത്. ഗണപതി അല്ല, സുരേന്ദ്ര. പിന്നെ താങ്കൾ ഈ വീടിന്റെ ആധാരം വെച്ചിട്ടേ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തായിരുന്നു. അതൊക്കെ തിരിച്ചടച്ചായിരുന്നു? ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് നോട്ടീസ് ഇങ്ങോട്ട് അയച്ചായിരുന്നു. അത് കിട്ടിയായിരുന്നു? വീട്ടുകാരമായി കത്തിരിപ്പുണ്ട്. അവിടെ ഭദ്രമായിട്ട് ഇരിക്കട്ടെ. ഞാനേ ആ ഇന്ത്യൻ ബാങ്കിൽ നിന്നേ ഈ വീടും വസ്തു കൂടെ ജപ്തി ചെയ്യാൻ വന്ന ആളാണ്. അയ്യോ സുജാ, വീട് പറമ്പ് ജപ്തിയാൻ വന്ന ആളാണ്. അലിയാ, ജപ്തിയാൻ വന്ന ആളാണ്. ജപ്തി ചെയ്യാൻ വന്നതാണെന്ന്. ഇപ്പൊ തന്നെ ജപ്തി ചെയ്യോ? ഇപ്പൊ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മുടെ കൂടെ ചെണ്ടകുട്ടി അറിയിക്കുന്ന ആൾ ഇതുവരെ വന്നില്ല. എവിടെ പോയി? അയാൾക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അതുകൊണ്ട് നാളെ ജപ്തി നടക്കും. നാളെ? ഓ, അതേതായാലും നന്നായി. എന്ത്? അളിയന് ഇത്തിരി പൈസ എനിക്ക് തരാണ്ടേ? അപ്പൊ ഈ തൽക്കാലത്തേക്ക് ഈ പ്ലാവ് അങ്ങോട്ട് വെട്ടിയെടുക്കാന്ന് ഓർത്ത്. ഏത് ഈ പ്ലാവേ? ഈ പ്ലാവ് പോയിട്ട് ഈ വസ്തുവിന്റെ അകത്തുനിന്ന് ഒരു തുരുമ്പ് പോലും നിങ്ങൾക്ക് എടുക്കാനുള്ള അവകാശം ഇല്ല. ഇതെല്ലാം നമ്മൾ ജപ്തി ചെയ്ത് വെച്ചാക്കുവാ. അപ്പൊ എന്റെ പൈസയുടെ കാര്യം എന്ത് ചെയ്യും? ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, മനീഷ് കൊണ്ട തരും. അതെ സുഹൃത്തെ, അപ്പൊ എന്റെ വെട്ടുകാശ മനീഷ് തരും. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഈ പറയുന്ന മനീഷിന്റെ പേരും പറഞ്ഞ് ഇയാള് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ബാങ്കിനെ പറ്റിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഈ പറയുന്ന മനീഷ് ഉണ്ടല്ലോ, അങ്ങനെ ഒരാൾ ഈ ഭൂലോകത്തെ ജീവിച്ചിരിപ്പില്ല. അപ്പൊ മനീഷ് കൊണ്ട തരാന്ന് പറഞ്ഞ പൈസയാ ഫിനിഷ്.